ഹലോ, ഇന്നൊരു പോർക്കും കായ ആയാലോ? പോർക്കും കായ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന അങ്കമാലി കേട്ടോ. അങ്കമാലിക്കാർ ഞങ്ങളുടെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഇന്നൊരു അങ്കമാലി പോർക്കും കായ ആവാമെന്ന് ചോദിച്ചു. അതിലേക്ക് 1.5 കിലോ പോർക്ക് വാങ്ങി നല്ലോണം കഴുകി വൃത്തിയാക്കി അത് ഒരു അരിപ്പ പാത്രത്തേക്ക് ഞങ്ങൾ ഊറ്റി മാറ്റി വെച്ചു. എന്നിട്ട് ഇതിലേക്ക് വേവിക്കുമ്പോൾ ആവശ്യമായിട്ട് ഇടാനുള്ള സാധനങ്ങൾ അരിഞ്ഞു. നീളത്തിൽ അരിഞ്ഞ സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവയാണ് നമ്മൾ വേവിക്കുമ്പോൾ ഇടുന്ന സാധനങ്ങൾ. അതൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചീനെ കുക്കറിലേക്ക് തട്ടി. നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത്. നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇറച്ചി കിട്ടാറുണ്ട്. മൺകലത്തിൽ വേവിക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് കുക്കറിൽ വേവിക്കുമ്പോൾ കിട്ടാറുണ്ട്. ഉടഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളായ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള എന്നിവ ചേർത്ത് പൊടികളിടുക. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറി മസാല ഇത്രയും പൊടികൾ ചേർത്ത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലോണം കൈകൊണ്ട് കൂട്ടിത്തിരുമ്പുക. അങ്കമാലിക്കാരുടെ സ്പെഷ്യലാണല്ലോ ഈ കൂട്ടിത്തിരുമ്പൽ. അപ്പം ഞങ്ങളും ചെയ്തു. അപ്പം അതുപോലെ കൈകൊണ്ട് തന്നെ സ്പൂണ് കിട്ടുന്ന ഇളക്കി അലമ്പാക്കരുത്. കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല ചെല്ലുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കുക്കർ അടച്ച് ഒരു 2 വിസിൽ വേവിക്കുക. രണ്ട് വിസിലേ കേൾപ്പിക്കാവൂ. എന്നിട്ട് എയർ കളയരുത്, എയർ തന്നെ ഇരുന്ന് പോട്ടെ. അത് കഴിഞ്ഞിട്ട് വേവ് അധികം കൂടാൻ പാടില്ല. അതിലേക്ക് കായും കൂടി ഇട്ട് കായ 2ആക്കി അരിഞ്ഞതിട്ട് വീണ്ടും 1 വിസിൽ മാത്രം കേൾപ്പിക്കുക, ഉടഞ്ഞു പോരുത്. എന്നിട്ട് ഇതിലേക്ക് കാച്ചൊഴിക്കുക എന്ന് പറയും. സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പരിവാവണ വരെ മൂപ്പിക്കുക. എന്നിട്ട് മുളക് പൊടി, കറി മസാല, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം മൂത്ത മണം വരുമ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കായും പോർക്കും കൂടി ഇതിലേക്ക് തട്ടുക. 2-3 മിനിറ്റ് അങ്ങനെ തന്നെ കിടക്കട്ടെ. നല്ലോണം വരണ്ട് ആ നെയ്യൊക്കെ പോർക്കിക്കും കായ്ക്കും പിടിക്കുന്ന രീതിയിൽ നല്ലോണം വരട്ടിയെടുക്കുക. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിട്ടോ. ട്രൈ ചെയ്ത് നോക്കിയോളൂ.